ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു ഹാമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ 3 ബാസ്ക്കറ്റ് ചോക്ലേറ്റിൻ്റെ ബാസ്ക്കറ്റും പിന്നെ ഒരു നട്ട്സിൻ്റെ ഹാമ്പർ, പിന്നെ ഒരു ചോക്ലേറ്റ് ടവർ, പിന്നെ അതേപോലെ ഒരു ചോക്ലേറ്റ് ബൊക്ക, ഫെറാറോൻ്റെ ഒരു ബൊക്ക, പിന്നെ മിനി ചോക്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ്സൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ചോക്ലേറ്റ് ഹാമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതൊരു വുഡൻ്റെ ഹാമ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ലൂസ് ചോക്ലേറ്റ് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഹാമ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഹാമ്പേഴ്സൊക്കെ ഞാൻ മലപ്പുറം കോട്ടക്കിലുള്ള അറിയുന്നുണ്ടാവും, അല്ലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പ്, അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ. അവരുടെ കയ്യിൽ നിന്നൊക്കെ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് എനിക്ക് കിട്ടാറുള്ളത്. എന്നിട്ട് അങ്ങനെ ലൂസ് ചോക്ലേറ്റ് കൊടുത്തതിൻ്റെ ശേഷം മുകളിൽ ഞാൻ കുറച്ച് ബാർ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐറ്റംസ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ വരുന്ന ടോബ്ലറോൺ ആണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ബൗണ്ടി 4 പീസും പിന്നെ അതേപോലെ കിക്കറ്റ് പിന്നെ മിനി സ്നിക്കേഴ്സൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ലൂസ് ചോക്ലേറ്റും പിന്നെ അതേപോലെ നട്ട്സും ഒക്കെ കസ്റ്റമേഴ്സ് എനിക്ക് കൊണ്ടുവന്ന് തന്നണം. അധികം എൻഗേജ്മെൻറ്റ് ഹാമ്പർ ആണെങ്കിലും ചോക്ലേറ്റ് ഞാൻ അവരോട് തന്നെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ബാസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ സെറ്റ് ചെയ്യാറ്. എനിക്ക് അതാണ് കുറച്ചുകൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതേപോലെ ലൂസ് ചോക്ലേറ്റും പിന്നെ അതേപോലെ നട്ട്സും കസ്റ്റമർ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ബാക്കിയുള്ള ബാർ ചോക്ലേറ്റും പിന്നെ അതേപോലെ ടവർ ഉണ്ടാക്കാനുള്ള ചോക്ലേറ്റ്, ബൊക്കെ ഉണ്ടാക്കാനുള്ള ഫെറാറോ അതൊക്കെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. അതും ഈ ഒരു അല്ലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് ലൈറ്റ് പേർപ്പിൾ കളറും അതേപോലെ വൈറ്റും തീമിലാണ്, ആ ഒരു കളർ തീമിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് പർപ്പിൾ പിന്നെ അതേപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ബേബി നെറ്റ് കട്ട് പീസ് ഷോപ്പിൽ നിന്ന് ടെക്സ്റ്റൈൽസ് പോയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിൽ എങ്ങനെ റാപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പർപ്പിൾ കളറ് നെറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, ആ ഒരു ഹാഫ് പോർഷന് മാത്രമായിട്ട് ജസ്റ്റ് ഒരു ഇത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് അത് ഇതേപോലെ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്യുക, അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭാഗം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് കട്ട് പീസും കൂടെ ഇങ്ങനെ ഇതേപോലെ ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് ബാലൻസ് വന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കസ്റ്റമർ ഇഷ്ടപ്രകാരം നമ്മൾ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 3 കളറിൽ 2 ഒരു പിങ്കിഷ് വരുന്നതും പിന്നെ അതേപോലെ ഡാർക്ക് പിങ്ക് പിന്നെ അതേപോലെ ഒരു വയലറ്റ് കളറ്, ആ ഒരു കളർ തീമിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ ഫ്ലവേഴ്സ് 3-4 ബഞ്ചസ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് ലാസ്റ്റ് അതിൻ്റെ താഴായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒറ്റ ഒരു ഇതാക്കുക. വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ 2 സൈഡിലായിട്ടും ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ച് സ്റ്റിക്ക് ചെയ്താൽ ഒന്നും കൂടെ അവിടെ സേഫായിട്ട് നിന്നോളും. അങ്ങനെ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ പണി നമ്മുടെ ഇവിടെ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബാസ്ക്കറ്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതും ഒരു വുഡൻ്റെ ഹാമ്പറാണ് കേട്ടോ. അതിൽ ഞാൻ ആദ്യം കുറച്ച് ലൂസ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഹാമ്പറിൻ്റെ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ള കട്ടി കനം കുറഞ്ഞിട്ടുള്ള തെർമാക്കോൾ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഫുള്ള് ബാർ ചോക്ലേറ്റ് അല്ല കേട്ടോ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഗോൾഡൻ കളറിൽ വരുന്നുള്ള ലൂസ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അത് വെക്കുന്ന മുന്നായിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് റെഡ് കളറിന് വരുന്ന ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഞാൻ ഈ തെർമാക്കോളിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റ് അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഡബിൾ ടാപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് തരം ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആ തെർമാക്കോൾ ആ ചോക്ലേറ്റിന് മുകളിൽ വെക്കുന്ന മുന്നായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആ തെർമാക്കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ തെർമാക്കോൾ പീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗോൾഡൻ ചോക്ലേറ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഫെറാറോ ഒക്കെ വെച്ചെടുത്താൽ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഗോൾഡൻ്റെ പകരം സിൽവർ കളറിൽ ഈ ചോക്ലേറ്റ് അവൈലബിൾ ആണ്.
അപ്പോൾ കസ്റ്റമർ ഏതാണ് പറഞ്ഞതിനനുസരിച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല ഭംഗിയിൽ വൃത്തിക്ക് അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു പേർപ്പിൾ കളറുള്ള നെറ്റ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ കെട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ചുറ്റി ലാസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ലാസ്റ്റത്തെ ഭാഗം അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോക്ലേറ്റിന് രണ്ട് സൈഡിലായിട്ട് ഒരു പിങ്ക് കളറുള്ള ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകൾ ഭാഗത്തും രണ്ട് കളറിൽ വരുന്ന ഫ്ലവറും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഹാമ്പറിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടുത്തതും ഒരു ചോക്ലേറ്റ് ബോക്സ് ആണ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ് കേട്ടോ. ഇത് മെറ്റൽ കൊണ്ടുള്ള ഹാമ്പറാണ്. ഇതിന് മുന്നേ ചെയ്ത രണ്ടും വുഡൻ ആയിട്ടുള്ള ഹാമ്പറായിരുന്നു. ഇത് മെറ്റലാണ്. ഇതിലേക്കും നമ്മൾ ആദ്യം കുറച്ച് ലൂസ് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബാർ ചോക്ലേറ്റ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. കസ്റ്റമറിന് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള ബാർ ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഓരോന്നായിട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഹാമ്പറില്ലേ അതിൻ്റെ സെയിം പ്രോസസ്സ് തന്നെ. ലൂസ് ചോക്ലേറ്റ് ഇട്ട് മുകളിൽ ബാർ ചോക്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ക്ലിംഗ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് നെറ്റ് കൊണ്ട് കവർ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത ഹാമ്പർ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ലേനോ നെറ്റായിട്ട്. പക്ഷേ ഈ ഒരു ഹാമ്പർ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് നെറ്റും കൂടെ വെച്ചിട്ട് മുകളിൽ ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലും 3-4 ടൈപ്പ് ഫ്ലവർ ഞാൻ ഓരോ ബഞ്ചസിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്ന് ഇത് ഞാൻ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ടല്ല കേട്ടോ ഒട്ടിക്കുന്നത്. ആ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇറക്കി കൊടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഓരോന്നും ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി ഗ്ലൂ ഗണ്ണും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നട്ട്സ് ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 3 അറകളാണുള്ളത്. അത് നമുക്ക് 6 എണ്ണമായിട്ട് തരം തിരിക്കണം. കാരണം നമുക്ക് 6 ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പിസ്ത, കാഷ്യൂ പിന്നെ അതേപോലെ ബദാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വലിയ ഭാഗത്ത് ആദ്യം കുറച്ച് ഉണക്കമുന്തിരി പിന്നെ അതേപോലെ തന്നെ ജംസും പിന്നെ ഒരു മിഠായും അങ്ങനെ 2 ഐറ്റം സ്വീറ്റ്സും ആണ് ആഡ് ചെയ്യുന്നത്. അത് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ടാണ് കേട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇത് ക്ലിംഗ് റാപ്പ് മുകളിൽ വെച്ചിട്ട് സൈഡിലൊക്കെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നെറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ജസ്റ്റ് പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഫ്ലവർ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഞാൻ ഈ നട്ട്സ് ഹാമ്പർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ എൻഗേജ്മെൻറ്റ് ഹാമ്പർ ചെയ്യുമ്പോഴും നട്ട്സ് ഹാമ്പർ ചെയ്യാൻ കേട്ടോ ഒരുപാട് ഇഷ്ടമാണ്. നട്ട്സ് ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്ക് നട്ട്സ് ഹാമ്പർ ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് അതിന് താഴ്ഭാഗത്ത് ഒരു സൈഡിലായിട്ട് ലവ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഒരു അക്രിലിക് കട്ടും കൂടെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലാഫിയർ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ്. അത്യാവശ്യം വലിയ ഹാമ്പറൊന്നും അല്ല, ചെറിയൊരു ഹാമ്പറാണ്. അത് എടുത്തിട്ട് അതിൻ്റെ മൂടി ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് അതിനെ 2 സൈഡിൽ ഫ്ലസ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ മൂടി അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ മാത്രം ക്രിയേറ്റിവിറ്റിയാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ലൂസ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പീസ് തെർമാക്കോൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗാലക്സി വെച്ച് കൊടുക്കുന്നത്. ഗാലക്സി ഞാൻ നമ്മളെ വുഡൻ സ്റ്റിക്കിൽ ബാക്ക് സൈഡിൽ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ വുഡൻ സ്റ്റിക്കുമ്മലല്ലേ ഈ ഗാലക്സി ഉള്ളത്, അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു തെർമാക്കോളിൽ. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ചെയ്യും. സിമ്പിളായിട്ടുള്ള ഒരു ഹാമ്പറാട്ടോ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഫ്ലവർ ബൊക്കെ ചെയ്യുക. ഫ്ലവർ പ്ലസ് ഫെറാറോ ബൊക്കെയാണ് കേട്ടോ. അതായത് ഫെറാറോൻ്റെ ചോക്ലേറ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൂമിന് ബ്രൈഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫെറാറോ എടുത്തിട്ട് നമ്മൾ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ലൂസായിട്ട് വാങ്ങാൻ കിട്ടുന്ന റോസ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്തും ഇതേപോലെ ഇത് വെക്കുന്നുണ്ട്, വുഡൻ സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ഫ്ലസ് ക്യൂക്ക് ആക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ ഫ്ലവറുമെന്ന് ആ വുഡൻ സ്റ്റിക്ക് പോരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലവർ ബഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇതേപോലത്തെ ഒരു പിങ്ക് കളറിൽ വരുന്ന ഫ്ലവർ ബഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 3 ഐറ്റം അത് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫെറാറോ കൊടുക്കുക, പിന്നെ
ഒരു ഫ്ലവർ എടുക്കുക, മറ്റേ ഫ്ലവർ എടുക്കുക. അതായത് 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര ഫ്ലവർ ഉണ്ടോ അതിനനുസരിച്ച് അത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് വെക്കണം എന്നൊന്നുമില്ല. ആദ്യം ഫെറാറോ എടുക്കുക, പിന്നെ വൈറ്റ് ഫ്ലവർ എടുക്കുക, പിന്നെ അതേപോലെ പിങ്ക് എടുക്കുക, പിന്നെ ഫെറാറോ എടുക്കുക, വൈറ്റ് എടുക്കുക, പിങ്ക് എടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നോ വെച്ച് കൊടുത്താൽ ഇതിങ്ങനെ ബൊക്കായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും താഴ്ഭാഗത്ത്. പക്ഷേ ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്യുക, വീണ്ടും കുറച്ചെടുത്തിട്ട് ടാപ്പ് ചെയ്യുക. അങ്ങനെ ആട്ടോ ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടെ അതവിടെ സേഫ്റ്റി ആയിട്ട് നിന്നോളും. അത് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതേപോലെ ചെയ്താൽ മതി. നമുക്കിത് ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് അത് കവർ ചെയ്യാം. ബൊക്കെ ഷീറ്റ് ഞാനൊരു പിങ്ക് കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സൗദി പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല. ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ ത്രികോണ രീതിയിൽ മടക്കി കൊടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ച് ആ മടക്ക് അവിടുന്ന് പോരാതെ എടുക്കാൻ വേണ്ടി ചെയ്യുക. അങ്ങനെ 3 പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ആ ബൊക്ക ഫുള്ളായിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെറാറോ സെൻറ്ററിൽ വെച്ചിട്ട് ഫ്ലവർ സൈഡിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഈ ബൊക്ക ചെയ്തെടുക്കാൻ പറ്റും. ഓരോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പരീക്ഷിച്ച് വരുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അതിപ്പോൾ ബൊക്കയെന്നല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ എല്ലാം നന്നായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ബൊക്ക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് 2 ചോക്ലേറ്റിൻ്റെ ബോക്സ് ഉണ്ട്. അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സെയിം ഇതേപോലത്തെ ഒരു ചോക്ലേറ്റ് ബോക്സ്. ഇത് നമ്മൾ ഇതേപോലത്തെ സിൽക്കിൻ്റെ ക്ലോത്തിൽ ജപ്പാൻ സ്റ്റൈലിലാണ് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ ബോക്സ് ഇതേപോലെ ജപ്പാൻ സ്റ്റൈലിൽ റാപ്പ് ചെയ്യുക. ജപ്പാൻ സ്റ്റൈലിൽ നിന്ന് അറിയാലോ, ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി ലാസ്റ്റ് റബ്ബർ ബാൻഡ് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഈ ജപ്പാൻ സ്റ്റൈൽ റാപ്പിംഗ് വരുന്നത് കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റാപ്പിംഗ്. ചെയ്യാനും ഇഷ്ടമാണ്, അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അത് രണ്ടും ഇതേ സെയിം ക്ലോത്ത് തന്നെ സെയിം മോഡൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഫ്ലവറും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് ആ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഹാമ്പറിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു. പിന്നെ ഇതിലൊരു ചോക്ലേറ്റ് ടവറും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ കൊടുക്കണില്ല, കാരണം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്ത ഈ വർക്ക് ഇഷ്ടമായോ എന്നും കൂടെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ഇപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.